നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ വന്ന ദിവസങ്ങളെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ അവസാനം പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി ജപ്തിയെല്ലാം ഒഴിവായി ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ വിക്രത്തിന്റെ വേദയുടെയും ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. വേദയ്ക്ക് അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വലിയൊരു പ്രശ്നമാണ് അകന്നു മാറിയത്. അത് മാത്രമല്ല, വിക്രമായിരുന്നു ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം വിക്രം കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്നും പറഞ്ഞുകൊണ്ട് മാഷാണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കിയായിരുന്നു. ഒടുവിൽ വിക്രം തന്നെ ആ പ്രശ്നവും കൂടെ അവസാനിപ്പിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് സന്തോഷം. പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ചു. ഇനിയിപ്പോൾ വിക്രത്തെ പഴയപടി വിട്ടിട്ട് കാര്യമില്ല. വിക്രത്തിന് ഈ ഗുണ്ടാപ്പണിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം. വിക്രത്തെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിനാ ശ്രീനിവാസന്റെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണം. ഇനിയിപ്പം വിക്രം പഴയതുപോലെ ഗുണ്ടാപ്പണിയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടാണ് വിക്രം ചെയ്ത ഒരു തെറ്റാന്ന് തോന്നിയിട്ട് വേദ എന്ത് ചെയ്തു, വിക്രത്തിനെ കൊണ്ട് വാസുവന്റെ മോളുടെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ചെന്ന് കേക്കൊക്കെ മുറിച്ച്, കാരണം വിക്രം കാരണം ആ ബർത്ത്ഡേ സെലിബ്രേഷൻ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വിക്രത്തെ കൊണ്ട് ചെന്നിട്ട് ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് ചെന്ന് പെങ്കൊച്ചിനോട് സോറിയൊക്കെ പറഞ്ഞ് അവിടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വിക്രത്തെ കൂടി തിരികെ വരുന്നത്. കാരണം വേദയ്ക്കറിയാം, ഒരു തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ സോറി പറയേണ്ട കാര്യമാണെങ്കിൽ സോറി പറയുക തന്നെ വേണം. വിക്രത്തെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വേദ എടുത്ത ആദ്യം ഒരു തീരുമാനം അതായിരുന്നു. വിക്രം കാരണം കുറച്ച് സമയത്തേക്കെങ്കിലും അവർ വിഷമിച്ചല്ലോ. കാരണം വീടിൻ്റെ ജപ്തി നടപടികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിരുന്നത്. എങ്കിലും അതൊരിക്കലും ശരിയല്ല. ഒരു അമ്മയുടെ മോളുടെ നേർക്ക് അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നായിരുന്നു വേദയുടെ ന്യായം. അപ്പം ഇനിയും വിക്രം അതുപോലെയുള്ള പണികളൊക്കെ ചെയ്യും. അതിൽ നിന്നെല്ലാം വിക്രത്തെ ഒഴിവാക്കണം. ആ ശ്രീനിവാസന്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ ഗുണ്ടാപ്പണിക്കും പോകുന്നേ. ഒരുപക്ഷെ നല്ല കാര്യമാണെങ്കിലും പക്ഷെ അതൊന്നും ഒരിക്കലും വേദയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. വിക്രം നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ്. വിക്രത്തിന് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. പിന്നെ അത് മാത്രമല്ല, വേദയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, തനിക്കും എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന. ഇനിയിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന്. പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ചു. കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട്, അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനായിട്ട് അവരെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ വിക്രത്തെ അതിനകത്ത് ഉൾപ്പെടുത്താം. വിക്രത്തിനെ മനസ്സ് മാറ്റാൻ പറ്റിയ ഒരു നല്ല കാര്യം തന്നെയാണത് എന്ന് വേദയ്ക്ക് തോന്നി. അതൊക്കെ വേദയുടെ ഒരു വിക്രത്തെ മാറ്റിയെടുക്കാനുള്ള നമ്പറുകളായിരുന്നു. പിന്നീട് വേദ എന്ത് ചെയ്യുകയാണ്, അടുത്ത വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, 2-3 കുട്ടികൾ. അപ്പോൾ അവരോടൊക്കെ ട്യൂഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. അപ്പോൾ അവർ ട്യൂഷന് അടുത്തെങ്ങും വിടാനായിട്ട് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ട്യൂഷനെക്കുറിച്ച് ഇങ്ങനെ വേദ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം. പിന്നീട് ആ കുട്ടികളെ അങ്ങനെ ട്യൂഷന് വേണ്ടി വീട്ടിലേക്ക് വിടുക. ഈ സമയത്ത് വേദയുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, വിക്രത്തിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കണം. വിക്രത്തിന് മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാം. അങ്ങനെയാണെങ്കിൽ വിക്രം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ വിക്രത്തിൻ്റെ മനസ്സും മാറി വരും. അങ്ങനെയാണെങ്കിൽ താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. ആ ഗുണ്ടാപ്പണിയിൽ നിന്നും വിക്രത്തിനെ ഒന്ന് മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ കുട്ടികളെ ട്യൂഷന് വരാൻ തുടങ്ങി. ആദ്യം 1-2 ദിവസം കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേദ ഇങ്ങനെ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോഴേക്കും വിക്രം അതിലൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, വിക്രം അതെ ഇതെനിക്കും മനസ്സിലാകുന്നില്ല, ഇതൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു, അതെ എനിക്കറിയില്ല, നീ തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. നീ അല്ല ട്യൂഷൻ്റെ കാര്യം പറഞ്ഞേ, നീ തന്നെ ട്യൂഷൻ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറയണം. അദ്ദേഹം പറഞ്ഞു, പ്ലീസ് വിക്രം ഒന്ന് പറഞ്ഞു കൊടുക്കുക. 2 കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നവർക്ക് എന്താ കുഴപ്പം? അല്ലെങ്കിൽ ഇതിനു മുമ്പ് വിക്രം ഒരു കൊച്ചിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വേദ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കല്യാണം കഴിഞ്ഞാൽ വന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് നന്നായിട്ടറിയാം വിക്രത്തിന് പറഞ്ഞു കൊടുക്കാൻ അറിയാമെന്ന്. പിന്നീട് വിക്രം എന്ത് ചെയ്യുകയാണ്, കുളിക്കാനായിട്ട് അങ്ങോട്ട് പോയ വിക്രമ തിരികെ വന്നിട്ട് ആ നോട്ട്ബുക്ക് വാങ്ങി കുട്ടികളൊക്കെ അത് വിസ്തീരിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കമലെ നന്ദിനി എല്ലാവരും വന്നു. അവരൊക്കെ കണ്ട് ഈ കാഴ്ച നന്ദിനിയൊക്കെ അന്തം വിട്ടുപോയി. കാരണം വിക്രത്തിന് ഇത്ര അറിവുണ്ടായിരുന്നു. നന്ദിനിയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ വിക്രത്തിനൊന്നും അറിയില്ല, അല്ലെങ്കിൽ വിക്രത്തിന് വിദ്യാഭ്യാസം ഒന്നും ഇല്ലെന്നാ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിഞ്ഞാലും ഇത്ര ഇതൊന്നും ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. നന്ദിനി പോലും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പിന്നീട് വേദ വിക്രത്തെ ഒന്ന് നോക്കി. ഈ സമയത്ത് വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു വിക്രം പറഞ്ഞു കൊടുത്ത്. ഈ സമയത്ത് വേദ പറഞ്ഞു, ബാക്കിയും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറയാം. അങ്ങനെ വിക്രം ബാക്കി പറഞ്ഞു കൊടുത്തു. വിക്രത്തിന് ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ കമലയ്ക്ക് മനസ്സിലായി വിക്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് വേദ ചെയ്തൊരു കാര്യമാണിതെന്ന് ഉള്ള കാര്യം. പിന്നീട് അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് രാത്രി മുറിയിലേക്ക് എത്തിച്ചപ്പോൾ
വേദ വിക്രത്തോട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, വിക്രത്തിന് പഠിപ്പിക്കാൻ നല്ല കഴിവുണ്ടല്ലേ എന്ന് ചോദിക്കും. ഇത് കേട്ടോ വിക്രം ചോദിച്ചു, എനിക്കോ? അതെ, അതെനിക്കിന്ന് മനസ്സിലായി. വിക്രം എത്ര നന്നായിട്ടാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിക്രത്തിന് ട്യൂഷൻ സെൻറ്റർ തുടങ്ങിക്കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളിൽ അപ്ലൈ ചെയ്തുകൂടെ? ഇത് കേട്ടോ വിക്രമൻ, ഞാനാ? അല്ല, വിക്രത്തിന് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമിരിക്കണേ? ഇത് കേട്ടതും വിക്രം പറഞ്ഞു, നിനക്ക് വേറൊന്നും പറയാനില്ലേ വേദയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വേദ പറഞ്ഞു, എനിക്കറിയാം, വിക്രത്തിന് ഇപ്പോഴും ആ ശ്രീനിവാസന്റെ കൂടെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കണം അല്ലേ? അതെന്താണല്ലോ ഇനി നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. എന്താണെങ്കിലും അതിന് ഞാൻ ഇനി വിടത്തുമില്ല. ഒരു നല്ല ജോലിയൊക്കെ ചെയ്ത് നോക്ക്. കാരണം അച്ഛന് സന്തോഷവും അമ്മയ്ക്ക് സന്തോഷവും. ഈ കുടുംബത്തിലേക്ക് വിക്രത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? വിക്രം ഗുണ്ടാപ്പണി ചെയ്ത് കിട്ടുന്ന പൈസ ആയതുകൊണ്ടല്ലേ അച്ഛൻ വാങ്ങാതെ. അല്ലാത്തൊരു നല്ല ജോലി ചെയ്ത് ഒരു പൈസ കൊണ്ടൊന്ന് കൊടുത്തു വയ്ക്കും, ഉറപ്പായിട്ടും അച്ഛൻ വാങ്ങും. ബാങ്കിലെ ജപ്തിയും കാര്യങ്ങളൊക്കെ ഒഴിവായെന്ന് പറഞ്ഞാലും പൈസയൊക്കെ അടയ്ക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് ജോലി വേണ്ടെന്ന് ചോദിക്കുക. വിക്രത്തിനും അതറിയായിരുന്നു എന്തെങ്കിലും ജോലി വേണം. പക്ഷേങ്കിൽ അതെങ്ങനെ എന്തെന്നൊന്നും വിക്രത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ വീണ്ടും ശ്രീനിവാസൻ ഓരോ കാര്യത്തിന് വേണ്ടി വിക്രത്തെ വിളിച്ചു. അത് പക്ഷെ വേദയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇനി വിക്രം അങ്ങനെ പോവില്ല എന്ന് കരുതിയതാ. പക്ഷെ വിക്രം വീണ്ടും അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് തോന്നി, ഇനി ഇതങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ശ്രീനിവാസ് സാറിനെ കണ്ടിട്ട് സംസാരിക്കണം, വിക്രത്തെ വെറുതെ വിടാനായിട്ട് അപേക്ഷിക്കണം. കാരണം ഇനി ഒരു കാരണത്തിനും വിളിക്കരുതെന്നൊക്കെ പറയണം. കാരണം ഈ പറയുന്ന ശ്രീനിവാസന്റെ കാര്യത്തിന് പോകാന്ന് പറഞ്ഞാൽ കുറേ പൈസയൊക്കെ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസൻ. അപ്പം അതൊക്കെ മേടിക്കാനായിട്ട് വിക്രത്തിനാണ് പറഞ്ഞു വിടുന്നത്. അതെല്ലാം ശ്രീനിവാസന്റെ ഭാര്യയുടെ ഓരോ കുതന്ത്രങ്ങളായിരുന്നു. ശ്രീനിവാസന്റെ ഭാര്യയ്ക്കാണെങ്കിൽ വിക്രത്തിന് ആവശ്യമുണ്ട്, അതേ പിരിവുകൾ നടത്താൻ മാത്രമാണ്. അല്ലാതെ വിക്രത്തിന് ഒരു ഫേവർ ചെയ്ത എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വിക്രത്തിനൊരു സഹായം ചെയ്തു കൊടുക്കാനായിട്ട് അവരൊരിക്കലും സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ജയിലിൽ കിടന്ന സമയത്താണെങ്കിലും നമുക്ക് നാണക്കേടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനെ മാറ്റുക ചെയ്തേ. പക്ഷെ ഇതൊന്നും വിക്രത്തിനോട്ട് അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് വിക്രം വീണ്ടും ആ പഴയ രീതിയിലേക്ക് തന്നെ പോകാൻ പറഞ്ഞപ്പം വേദയ്ക്ക് സഹിച്ചില്ല. വേദ പിന്നീട് ശ്രീനിവാസനെ കാണാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ശ്രീനിവാസനെ കാണാനായിട്ട് ചെല്ലുക. ശ്രീനിവാസനെ കാണാൻ വേദ എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ അത്ഭുതമായിരുന്നു. കാരണം വേദ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് ശ്രീനിവാസന് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല. അപ്പോഴേക്ക് സുധ ഇറങ്ങി വന്നു. പിന്നീട് സുധയോട് ശ്രീനിവാസൻ വൃദ്ധാരെന്ന് മനസ്സിലായോ, വിക്രത്തിന്റെ ഭാര്യ വേദയാണ്. ആ വാ ഇരിക്കാനൊക്കെ പറയണം. പക്ഷെ വേദ ഇരുന്നൊന്നുമില്ല. വേദ പറഞ്ഞു, എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ വന്നാ. എന്താ വേദ, നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം. അത് പിന്നെ മറ്റൊന്നുമല്ല, വിക്രത്തിന്റെ കാര്യം തന്നെയാ. അറിയാലോ വിക്രത്തിന്റെ കാര്യം. വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിക്രം ഇപ്പം ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് വന്നോളൂ. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആരും സഹായിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം MLA വാസവന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. വിക്രം തന്നെയാണ് അവിടെയൊക്കെ രക്ഷ നേടിയത്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യം. സാറിനും അറിയായിരിക്കും. സാർ അതിനകത്ത് ഇടപെടാതിരുന്നതിന് എനിക്ക് നന്നായിട്ടറിയാൻ കാരണം എന്താണെന്ന്. സാറിന് ഇമേജിന് കോട്ടം നടന്ന ഒരു കാര്യം സാർ ഇന്നുവരെ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ വിക്രം ഓരോ അപകടത്തിൽ പെടുമ്പോഴും വിക്രത്തെ രക്ഷിക്കാനായിട്ട് സാർ ഇന്നുവരെ ഇറങ്ങി തിരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേങ്കിൽ സാറിന് തോന്നുന്നുണ്ടായിരിക്കും സാറിൻ്റെ രാഷ്ട്രീയ ഭാവി ഏത് തകർക്കുമെന്ന്. അതുകൊണ്ടായിരിക്കും. അപ്പോഴേക്കും സുധ പറഞ്ഞു, അല്ല കുട്ടി നീ എന്തൊക്കെയാ ഈ പറയണമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നേ. ഇനി വിക്രത്തിനെ സാറിൻ്റെ ഒരാവശ്യത്തിനും വേണ്ടി സാറ് വിളിക്കരുത്. ഇത് കേട്ടതും സുധ പറഞ്ഞു, അതിന് ഞങ്ങളാരും അവനെ വിളിക്കുന്നതല്ല, അവൻ ഇങ്ങോട്ടേക്ക് വരുന്ന. അത് കേട്ടതും വേദ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും അല്ല, എനിക്കറിയാം. ശ്രീനിവാസ് സാറിന് ഒരാവശ്യം വന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രം ഓടിയെത്തും. ഇതേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഇന്ന് വരെ ഞങ്ങളൊരു ജീവിതം നയിച്ചിട്ടില്ല. കാരണം വിക്രത്തിന് എപ്പോഴും ശ്രീനിവാസ് സാറും പിന്നെ ഇതുപോലെയുള്ള ഗുണ്ടാപ്പണികളാണ്. വിക്രത്തിന് അത്രയും പഠിപ്പും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്. വിക്രം ഇങ്ങനെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കാൻ പാടില്ല. വിക്രത്തിന് എനിക്ക് നേർവഴിക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അതിന് സാറ് വിലങ്ങതടിയായിട്ട് വരില്ല. ഇനി ഒരു കാരണവശാലും വിക്രത്തെ വിളിക്കുകയോ ചെയ്യരുത്. വിക്രവുമായിട്ടുള്ള ആ ബന്ധം അങ്ങോട്ട് ഉപേക്ഷിക്കണം. വിക്രത്തോട് ഞാൻ പറഞ്ഞാൽ വിക്രത അനുസരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനെ അടുത്ത് വന്ന് വേണേൽ സാറിൻ്റെ കാല് പിടിച്ചാണെങ്കിൽ ഞാൻ അപേക്ഷിക്കാം. ആ ഒരു കുടുംബത്തെ നശിപ്പിക്കരുത്. അറിയാലോ, ഒരുപക്ഷെ ശ്രീനിവാസ് സാറിനെ പോലെ തന്നെ ഒരച്ഛൻ അവിടെയുണ്ട്. ഞങ്ങളുടെ അച്ഛൻ മാഷ് ഇത്രയും കാലമായിട്ട് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുക മോനെ ഓർത്തിട്ട്. ഇന്ന് നന്നാവും നാളെ നന്നാവും ഓർത്തിട്ട്. ഒരു പക്ഷേങ്കിൽ വിക്രം നന്നാവാനുള്ള ഇത് മട്ടൊന്നും ഭാവമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു നിവൃത്തിയില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ശ്രീനിവാസനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സമയത്ത് സുധയ്ക്കൊരു കാര്യം മനസ്സിലായി, ഇത് അപകടമാണ്. കാരണം വിക്രം വലം കൈയായിട്ട് എന്നിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസന് അടിയാണ്. വിക്രത്തെ പേടിച്ചിട്ടാണ് പലരും ഇപ്പോൾ പിരിവൊക്കെ കൊടുക്കുന്ന പോലും. വിക്രം ഇല്ലെന്നായിട്ടുണ്ട്, അതൊന്നും കിട്ടത്ത് പോലും ഇല്ല. പക്ഷെ അപ്പോഴവിടെ വെച്ചൊന്നും പറയാനും പറ്റില്ലല്ലോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രാധ വന്നത്. രാധ വന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അകത്ത് ഇവർ സംസാരിക്കുന്നത് കേട്ടു.
ശ്രീനിവാസനെ കാണാൻ വേണ്ടി വന്നായിരുന്നു. പക്ഷെ അകത്തെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ രാധയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഓഹോ, അപ്പം ഇതാണ് വിക്രത്തിന് ഇനിയിപ്പം നന്നാക്കി എടുത്ത് അവളുടേതാക്കാനുള്ള പരിപാടിയാണ്. ഇത് എത്രയും പെട്ടെന്ന് വിക്രത്തെ അറിയിക്കണം, ഇച്ചിരി പൊടിപ്പും തൊങ്ങലും വെച്ച് അറിയിക്കണം, ഇവക്കൊട്ടൊരു പണി കൊടുക്കണം എന്ന് രാധ തീരുമാനിക്കുക വേദയ്ക്കിട്ട് പണി കൊടുക്കാനായിട്ട്. പിന്നീട് ശ്രീനിവാസൻ വേദയോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഇനി ഒരു കാര്യത്തിൽ ഞാൻ അവനെ വിളിച്ച് ശല്യപ്പെടുത്തില്ല, നിനക്ക് നിൻ്റെതായ രീതിയിൽ അവനെ മുന്നോട്ട് കൊണ്ടാവാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തു. ആ ഒരു സന്തോഷത്തിൽ വേദ തിരികെ പോന്നു. അപ്പോഴേക്കും രാധ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. രാധ ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ രാധ അവിടുന്ന് മാറി, തന്നെ അവൾ കണ്ടെന്ന് ചിന്തിച്ചിട്ട്. പിന്നീട് രാധ എന്ത് ചെയ്യണം, വിക്രത്തെ പോയി കണ്ടു. വിക്രത്തോട് കാര്യങ്ങൾ പറയണം. ഇന്ന് ശ്രീനിവാസനെ കാണാനായിട്ട് അവളുണ്ടായിരുന്നില്ല, ആ വേദ പോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? ശ്രീനിവാസാണ് വിക്രത്തിൻ്റെ ജീവിതം നശിപ്പിക്കണേന്നൊക്കെ. എന്നാലും കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ, ഇത്ര നല്ലൊരു മനുഷ്യനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കഥകളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ദേഷ്യമായി. പിന്നീട് വിക്രം ശ്രീനിവാസനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഇനി നീ ഇങ്ങോട്ടേക്ക് വരില്ല, നിന്റെ സേവനമൊന്നും ഇനി ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ വിക്രത്തോട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. നിന്റെ ജീവിതം ഞാനായിട്ട് നശിപ്പിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. വിക്രത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം വേദ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനിവാസ് സാർ അങ്ങനെ പറഞ്ഞ് എന്നൊരു ചിന്ത വിക്രത്തിന് സഹിച്ചില്ല. വിക്രം നേരെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് വേദ മുറിയിലായിരുന്നു. വേദനെ വിളിച്ചങ്ങോട്ട് ഇറക്കി. അപ്പോഴേക്കും കമലെ, നന്ദിനി, വിശ്വ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പിന്നീട് വിക്രം ചോദിച്ചു, അല്ല നീ ഇന്ന് ശ്രീനിവാസ് സാറിനെ കാണാൻ പോയായിരുന്നെന്ന് ചോദിക്കാം. വേദ പറഞ്ഞു, പോയിരുന്നു. നീ എന്തിനാ ശ്രീനിവാസ് സാറിനെ കാണാൻ പോയത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. ഇതേ കൂടുതൽ ഭാര്യ എന്നുള്ള അവകാശം എടുക്കാൻ വന്നതുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ഞാൻ ഇനിയും പറയും, നിങ്ങളുടെ ഭാര്യയെ എനിക്കതിനുള്ള അവകാശമുണ്ട്, നിങ്ങളെ നേർവഴിക്ക് നടത്തേണ്ട എൻ്റെ കടമയാ എന്നും പറഞ്ഞിട്ട് വേദയും വിട്ടില്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, നിന്റെ കഴുത്തിൽ ഈ താലി ഉള്ളതുകൊണ്ടല്ലേ, ഞാൻ ഈ താലി കെട്ടിയതുകൊണ്ടല്ലേ ഇതിൻ്റെ ബലത്തിൽ നീ അഹങ്കാരം കാണിക്കുന്നത്, ഇതങ്ങോട്ട് വലിച്ചു പൊട്ടിച്ച തീരുന്ന ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എന്ത് ചെയ്യണം, വേദയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അങ്ങ് പൊട്ടിക്കാൻ ചെല്ലുവാണ്. ഇത് കണ്ടപ്പോൾ നന്ദിനിക്ക് സന്തോഷമായി. രക്ഷപ്പെട്ടു, അത് വലിച്ചു പൊട്ടിച്ച് അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ സന്തോഷമുള്ള കാര്യമാണല്ലോ. പക്ഷേങ്കിൽ വേദ പറഞ്ഞു, വിക്രം എന്താ കാണിക്കണമെന്ന് ചോദിക്കാം. കമൽ പറഞ്ഞു, വിക്രം വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ വിക്രം ആ താലി അങ്ങോട്ട് വലിച്ചു പൊട്ടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മാഷിൻ്റെ ഒരു അലർച്ചയായിരുന്നു. എന്താടാ നീ അവിടെ കാണിക്കണമെന്ന് ചോദിച്ചോണ്ട്, വിടറാ അവളുടെ കഴുത്തേന്നു. ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി. നോക്കിക്കഴിഞ്ഞാൽ മാഷ് അങ്ങോട്ട് പാഞ്ഞു വന്നു. എന്നിട്ട് വിക്രത്തോട് പറഞ്ഞു, മേലാല് ദേ ഇങ്ങനെ എന്ത് ചെയ്താണ്ടല്ലോ എന്ന് ചോദിച്ചോണ്ട് വിക്രത്തിൻ്റെ ഒറ്റ എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്? നിന്റെ ഭാര്യ അത് ആ തവളുടെ കടകത്തിൽ കിടക്കാൻ താലി വലിച്ചു പൊടിക്കാൻ നിനക്ക് എന്താടാ അവകാശമുള്ളത്? നിന്റെ ഭാര്യടാ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നീ നിന്റെ സ്വന്തം ഭാര്യ നീ ഇല്ലാതാക്കാൻ നോക്കുന്നേ. പിന്നീട് മാഷ് വായി വന്ന എല്ലാം കൂടി പറഞ്ഞു. മാഷിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത്. കാരണം വിക്രം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വിക്രം ചെയ്യാൻ തുടങ്ങിയേ. വേദിക്കണം വല്ലാത്തൊരു സങ്കടമായിപ്പോയി. വേദ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത്. വിക്രത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനെയൊക്കെ ചെയ്തത് പോലും. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും വിക്രത്തിന് തൻ്റെ തെറ്റ് ബോധ്യമാവും. ഒടുവിലെ വേദയോട് ക്ഷമയൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.